കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാക്കിയ സർക്കാർ ഓണക്കാലത്തും പെൻഷൻ കൊടുത്തു തീർക്കാത്തത് തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. 806 കോടി രൂപയുടെ കുടിശ്ശിക ഉള്ളതായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന മറുപടി. 13 മാസത്തെ പെൻഷൻ കുടിശ്ശികയാകുമ്പോൾ പെൻഷൻ ആശ്രയിച്ചു കഴിയുന്ന സാധാരണ തൊഴിലാളികൾ ഓണക്കാലത്തും പട്ടിണിയിലാകുന്ന സ്ഥിതിയാണ്. 806 കോടി രൂപയാണ് പെൻഷനായി വേണ്ടത്. 52 കോടി 61 ലക്ഷം രൂപ മറ്റ് ആനുകൂല്യങ്ങളായും നൽകാനുണ്ട്. പ്രതിമാസം 1600 രൂപയാണ് മാസം പെൻഷനായി നൽകേണ്ടത്. ക്ഷേമ ബോർഡിന്റെ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 60 വയസ്സാകുമ്പോഴാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഫണ്ടിന്റെ അഭാവമാണ് പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശികയാകാൻ കാരണമെന്നാണ് വെൽഫെയർ ബോർഡിന്റെ വിവരാവകാശ മറുപടി. നൽകാനുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ പകുതിയെങ്കിലും വേഗത്തിൽ നൽകാൻ നടപടിയുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ രാജു വഴക്കാല ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ മോശമായ സ്ഥിതിക്ക് പകുതിയെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിന് ക്ഷേമനിധി ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തരമായി നടപടി സ്വീകരിച്ച് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ കൊടുത്തു തീർക്കേണ്ടതാണ്. പ്രസവാനുകൂല്യം, വിവാഹ ധനസഹായം, മരണാനന്തര ധനസഹായം, അപകട മരണ ധനസഹായം എന്നിവയെല്ലാമാണ് പെൻഷൻ അല്ലാതെ നൽകി വരുന്ന ധനസഹായം. സാമ്പത്തിക പരാധീനതകളുടെ പല്ലവി ആവർത്തിക്കുന്ന സർക്കാരും ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാൻ സഹായങ്ങൾ നൽകുന്നില്ല. ജനം, കൊച്ചി.